നമ്മളൊരു കൺസ്യൂമർ സംസ്ഥാനമാണ്. പുറത്തുനിന്നാണ് അരി, പച്ചക്കറികൾ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഈ എത്തുന്ന ചരക്ക് നീക്കത്തെ ഈ ഇന്ധനവില കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഈ ഗ്യാസിന്റെ വർധനവും ഹോട്ടൽ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് പലതരത്തിലുള്ള ഈ റോഡ് സൈഡിൽ ചായക്കച്ചവടം നടത്തുന്നവരെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളരെയധികം 2-3 ഇരട്ടിയായി വളർന്നു കഴിഞ്ഞു. ഒരു മധ്യവർഗ്ഗക്കാരൻ ഒരു കാർ ഉപയോഗിക്കുമ്പോൾ അവന് 1000 മുതൽ 2000 വരെ പെട്രോൾ വിലയിൽ കൂടുതലായി ചിലവാക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തല്ല, രാജ്യമാകെ തന്നെ കടുത്ത പ്രതിസന്ധിയിലൂടെ പോവുകയും ആ കടുത്ത പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ തന്നെ ഈ സാധാരണക്കാരനും മധ്യവർഗക്കാരനും ഒക്കെയായി മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. സ്കൂൾ തുറക്കുന്നു, മറ്റുള്ള ഒത്തിരി ചിലവുകൾ വരുന്ന കൂട്ടത്തിൽ ഇതും കൂടി താങ്ങാനാകാത്ത ഒരു ഭാരം സാധാരണക്കാരൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ ടാക്സി തൊഴിലാളികൾ വളരെ കാലമായി തന്നെ ചാർജ് നിരക്കുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം അവരെ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉയർന്ന ഇന്ധനവിലയിൽ ഓട്ടോ ടാക്സി ഗതാഗതത്തെ അത് ബാധിക്കുന്നുണ്ട്. പൊതുഗതാഗതത്തെയും അതോടൊപ്പം KSRTC, സ്വകാര്യ ബസ് മേഖലയും ഉൾപ്പെടെ ഈ ഒരു ഉയർന്ന ഇന്ധനവില ബാധിക്കുകയും ഇത് സാധാരണക്കാരനെ എല്ലാ തരത്തിലും ബാധിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്.